പില്ലർ മൊത്തം ഇളക്കി കിടക്കും. ഹലോ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ തമിഴ്നാട് നീലഗിരി ജില്ല പന്തല്ലൂർ താലൂക്ക് പാക്കണ എന്ന ഗ്രാമത്തിൽ നിന്നും കുറച്ച് യുവാക്കളും ചേർന്നുകൊണ്ട് നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചൂരൽമലയിൽ നടന്ന ദുരന്തം. ആ ദുരന്ത ഭൂമിയിലേക്ക് ഭക്ഷണവുമായി പുറപ്പെടുകയാണ്. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. വീഡിയോ എടുക്കണം എന്ന ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടവരാണ്. എന്നാൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, സന്നദ്ധ സംഘടനകൾ, അതേപോലെ തന്നെ ഉമ്മ നഷ്ടപ്പെട്ട, വാപ്പ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അവർക്ക് ഭക്ഷണവുമായി പോവുകയാണ് ഞങ്ങൾ. പോകുന്ന വഴി നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമല ദുരന്തം, ആ ദുരന്തം നടന്ന ഭൂമിയിലൂടെയാണ് ഞങ്ങളെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ എങ്ങനെ സമാധാനപ്പെടുത്തണം, എങ്ങനെ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയണം എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കാം എന്ന ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. രണ്ട് സൈഡിലും വാഹനങ്ങൾ നിരനിരയായി നിർത്തിയിട്ടുണ്ട്. പല ഭാഗത്തും ആളുകളെ കൂടി നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. പോകുന്നത് എല്ലാ വണ്ടിയും കടത്തിവിടുന്നില്ല. ഭക്ഷണം കൊണ്ടുപോകുന്ന വണ്ടികൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ചൂരൽ മലയിൽ എത്താനായി. പോലീസ് എങ്ങോട്ടാണ് എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഭക്ഷണവുമായി ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളെ കടത്തിവിടുകയും ചെയ്തു. അവിടെ പോയിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ഭക്ഷണം എടുത്ത് എത്തിക്കേണ്ടതെന്നൊന്ന് അവർക്ക് ചോദിച്ചാൽ മതി. ഞങ്ങൾ അവിടെ പറഞ്ഞിട്ട് നിങ്ങളത് ചൂരൽമലയിൽ നിന്നും ബോക്സുകളിൽ ഭക്ഷണമാക്കി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇത് ഈ സ്കൂളാണ്. ഈ സ്കൂളിൽ എത്ര കുട്ടികൾ പഠിച്ചിരുന്നു, എന്തൊക്കെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അതേപോലെ മരങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വല്ല മയ്യത്തും ഡെഡ് ബോഡി ഉണ്ടോ ഇല്ലേ എല്ലാം അള്ളാഹുവിന് മാത്രം അറിയാം. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ മനസ്സൊക്കെ തകർന്നു പോയി. കാരണം ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ടവരോട് നമ്മൾ എന്ത് സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാനാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഓരോരുത്തർക്കായി കൊടുത്തു. ഇവിടെയാണ് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഈ സ്ഥലം കണ്ടിട്ടില്ല. ഓരോരുത്തർ പറഞ്ഞ അറിവാണ് സ്കൂളിൻ്റെ അവസ്ഥ. ആ സ്ഥലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായ, എല്ലാവരെയും പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഓരോ വീട് കണ്ടില്ല നിങ്ങൾ, എത്രയും വലിയ പാറക്കെട്ടുകളാണ് അവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഈ വീടുകളെല്ലാം പറ്റെ നാശമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു, എത്ര ജനസംഖ്യ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും വ്യക്തമായ കണക്ക് നമുക്കറിയില്ല. ഞങ്ങൾ ഈ ഭക്ഷണവുമായി പോയി ഓരോരുത്തർക്ക് കൊടുക്കുന്ന സമയത്ത് ശരി ഈ ദൃശ്യങ്ങളൊന്ന് പകർത്താം എന്ന് മാത്രമേ ഞങ്ങളെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ നേവി അവിടെ വരികയും പെട്ടെന്ന് അവർ ഉണ്ടാക്കിയ പാലമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന പാലം വഴി അക്കരെ കടന്നു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ, സന്നദ്ധ പ്രവർത്തകരും അതേപോലെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനും മറ്റും എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുഖത്തെല്ലാം വളരെയധികം വിഷമവും ദുഃഖവും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ഞങ്ങൾ നീട്ടിയ ഭക്ഷണം അവരെല്ലാം വാങ്ങി. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് മാത്രമാണ് ഞങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഭയാനകമായ ഉരുൾപൊട്ടലാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന്.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഏറ്റുകൊണ്ട് പോവുകയാണ്. പാക്കണയിൽ നിന്നും വന്ന ഒരുപാട് യുവാക്കൾ അവർ തലയിൽ ഭക്ഷണം ഏറ്റിക്കൊണ്ടും ചുമലിൽ ഏറ്റിക്കൊണ്ടും എന്തിനും റെഡിയായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെ അവർ കിലോമീറ്ററോളം നടക്കുകയാണ്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ാണ് ഇനി കാണാൻ കിടക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള അവസ്ഥ എന്നൊന്നും അറിയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഒരു JCBയും കാണുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. അപ്പോഴാണ് അവിടെ നിന്നും ഒരു ഡെഡ് ബോഡി, ഒരു മയ്യത്ത് കിട്ടിയ വിവരം അവർ ഞങ്ങളോട് പറയുന്നത്. അതോടുകൂടെ ഞങ്ങളുടെ ചങ്ക തകർന്നു. ഞങ്ങൾ മാനസികമായി ആകെ തളർന്നു പോയി. ആരൊക്കെയോ വിയർക്കുന്നത് പോലെ, വെള്ളത്തിന് ദാഹിക്കുന്നത് പോലെ, പടച്ച റബ്ബേ ഇത്തരം അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ മുണ്ടക്കയിലുള്ള ജുമാ മസ്ജിദാണ്. ഈ പള്ളി കണ്ടപ്പോൾ തന്നെ എൻ്റെ ചങ്കൊന്നിടറി, കാലുകൾ വിറക്കുന്നുണ്ട്. എനിക്കെന്തോ വെള്ളം കുടിക്കണം, വിയർക്കുന്നത് പോലെ തോന്നി. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ, അതായത് എൻ്റെ അനുജൻ KV ഉസ്മാൻ എന്നവരുടെ മകനാണ് സിഹാബുദ്ദീൻ ഫൈസി. അദ്ദേഹം ഈ പള്ളിയിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. ഈ പള്ളിയിലാണ് ഇമാമത്ത് നിന്നിരുന്നത്. രാത്രി ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് 12 മണിക്ക് ഉരുൾപൊട്ടിയപ്പോൾ തന്നെ ഇദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പലവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവസാനം വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ട് അടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം താഴെ വീട്ടിലേക്ക് ഓടിക്കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും വെള്ളപ്പാച്ചിൽ അതിശക്തമായി വന്നിരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ളവരും ഞങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ സിഹാബുദ്ദീൻ ഫൈസിയും ആ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് മരണമടഞ്ഞു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും അതേപോലെ അവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് മുണ്ടക്കൈ ടൗണാണ്. എല്ലാം വെള്ളപ്പാച്ചിലിൽ ഒന്നും തന്നെ ഇല്ലാതെയായിരിക്കുന്നു. ഒരു ടൗൺ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കുറേ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് പോലും ഇല്ലാതെ എല്ലാം വെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ച് പോയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പുഞ്ചിരി മട്ടത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ്. മേലെ എത്തിയപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്നില്ലേ എത്ര കിലോമീറ്ററാണ് ഞങ്ങൾ നടന്നു വന്നിട്ടുള്ളത്. ഈ ഉരുൾപൊട്ടലിൽ സംഭവിച്ചു പോയ നാശനഷ്ടങ്ങൾ എത്ര വലുതാണ്. അങ്ങനെ ഞങ്ങൾ പുഞ്ചിരി മട്ടത്തെത്തി ഇവിടെയുള്ളവർക്കും എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്തു. പിന്നീട് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ നിന്നു. ഇവിടെയുള്ള പലവരോടും അന്വേഷിച്ചു. ഇത് നല്ലൊരു ഗ്രാമമായിരുന്നു, ഒരുപാട് ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. ഇന്ന് വെറും മൺകൂനകളാണ്, വീടുകളൊന്നും തന്നെയില്ല. ഏതോ 1-2 വീടുകൾ, അതും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. JCBകൾ ഒരു ഭാഗത്ത് മയ്യത്ത് തിരയുകയാണ്. മറ്റ് സന്നദ്ധ സംഘടനകളും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരും മയ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഭൂമിക്കടിയിലുണ്ടോ, എവിടെയെങ്കിലും ആരെങ്കിലും ജനാസയുണ്ടോ, ഡെഡ് ബോഡി ഉണ്ടോ എന്ന് തിരയുകയാണ്. അതിൻ്റെ ഇടയിൽ ഓരോ ഡെഡ് ബോഡി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാൻ ഞങ്ങളെ മനസാക്ഷി ഞങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം ഇത്ര വലിയൊരു ദുരന്തമുഖം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാം പല ഹോസ്പിറ്റലുകളായി എത്രയോ ഡെഡ് ബോഡികൾ ഞങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് ആകെ തകർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ വീണ്ടും ശക്തമായി പെയ്യുന്നത്. JCB തെരച്ചിൽ നിർത്തി മറ്റുള്ള പ്രവർത്തകരെല്ലാം മഴയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. തെരച്ചിൽ മഴ തോർന്നാൽ വീണ്ടും തുടരണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. മറ്റു പലവർ മുഖം വളരെ വികൃതമായാണ് കാണുന്നത്. കാരണം പലവരും നഷ്ടപ്പെട്ടു. ഈ മഴ പെയ്തപ്പോൾ ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങളും തന്നെ അവിടെ നിന്നും വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. ഈ പ്രദേശം ഇനി ഒരു പുനരധിവാസം
എത്തുമോ, നടക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഇത്ര വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ രാജ്യത്തെയും സർവശക്തനായ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ സഹായവുമായി ഇനിയും ഞങ്ങൾ ഈ നാട്ടിലെത്തും. ഈ നാട്ടിൽ എന്ന് മാത്രമല്ല, ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. എന്നിരുന്നാലും അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഭക്ഷണവുമായി തീർച്ചയായും ബക്കറും പിള്ളേരും എന്ന് മാത്രമല്ല, ഈ നീലഗിരി ജില്ലയിലെ പാക്കണ എന്ന പ്രദേശത്തുള്ള ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളോട് പറയട്ടെ. അതിന് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും മറ്റും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചുരുക്കുന്നു.